ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRBയുടെ ALP എക്സാം വന്ന സമയത്ത് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഹൗ ടു ചൂസ് RRB സോൺ എന്ന് പറയുന്ന ഒരു വീഡിയോ. സോ ആ ഒരു വീഡിയോ ഒരുപാട് ആളുകളിൽ എത്തി, ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുകയും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഒരു RRB സോൺ എങ്ങനെ ചൂസ് ചെയ്യണം, ഏത് RRB സോണിലേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇത്തവണ ഞാൻ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു അതുപോലെ ഒരു വീഡിയോ ടെക്നീഷ്യന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൽ നിങ്ങൾ ഏത് സോണാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ ടെക്നീഷ്യൻ എക്സാം അപ്ലൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചില ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ തന്നെയാണ് വേക്കൻസി എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് വേക്കൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രൈമറി ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത്. ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ സോണും സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാ സോണും സെലക്ട് ചെയ്തിട്ടില്ല. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സോൺസുകൾ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, ബാക്കിയുള്ള സോൺസ് നിങ്ങൾക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാം. ഞാനിത് ഇന്ന സോൺ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് പറയല്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന പോയിന്റ്സുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ലോജിക്കലായിട്ടൊരു ഡിസിഷൻ എടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലും ഇന്ന സോണിലേക്ക് നിങ്ങൾ ബയാസ്ഡ് ആയിട്ട് ഞാൻ പറയാൻ ഒരിക്കലും ഞാൻ ആളല്ല, ഞാൻ അങ്ങനെ ചെയ്യയില്ല. നിങ്ങൾ ഫൈനൽ ഡിസിഷൻ നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കാം, ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഗ്രേഡ് 1 മാത്രമല്ലല്ലോ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഗ്രേഡ് 1 സിഗ്നൽ മാത്രമാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? അല്ല, നിങ്ങൾക്ക് ഗ്രേഡ് 3 സിഗ്നലും എന്ത് ചെയ്യാൻ പറ്റും? ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാം. കാരണം ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്കറിയാം അവിടെ ഏതൊക്കെ ബ്രാഞ്ചസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 10+2 ഫിസിക്സ് ആൻഡ് മാത്സേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇന്ന ബ്രാഞ്ച് എന്നുള്ള കാര്യമല്ല, +2 ഫിസിക്സ് മാത്സ് പഠിച്ച ആളുകളായിരിക്കുമല്ലോ ബിടെക് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക. സോ അത്തരം ആളുകൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലുള്ളത്. സോ ഈ രണ്ടിലുള്ള വേക്കൻസികൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്തിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ബാംഗ്ലൂരിൽ 44 ഒഴിവാണ് ഗ്രേഡ് 1 സിഗ്നൽ ഉള്ളത്, ഗ്രേഡ് 3ൽ 26, അതേപോലെ ചെന്നൈയിൽ 48 ഉണ്ട്, അതേപോലെ ഗ്രേഡ് 3 നോക്കുകയാണെങ്കിൽ 71 ഉണ്ട് കേട്ടോ. അതേപോലെ സെക്കന്ദരാബാദിൽ ഗ്രേഡ് 1 76 ഉണ്ട്, ഗ്രേഡ് 3 183 വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും തരക്കേടില്ലാത്ത വേക്കൻസി രണ്ടിലുണ്ട് കേട്ടോ. ഇവിടെ 30 വേക്കൻസി ഉണ്ട്, ഇവിടെ 39 വേക്കൻസി ഉണ്ട്. ബിലാസ്പൂർ എടുക്കാനുള്ള കാരണം കഴിഞ്ഞ ALP എക്സാമിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്ന ഒരു സോൺ എന്തായിരുന്നു? ബിലാസ്പൂർ ആയിരുന്നു. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിലാസ്പൂരിൽ 95 ഒഴിവുകൾ ഗ്രേഡ് 1ലും അതേപോലെ തന്നെ 174 ഗ്രേഡ് 3ലുണ്ട്. മുംബൈ നോക്കുകയാണെങ്കിൽ മുംബൈ നല്ല രീതിയിൽ വേക്കൻസി വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മുംബൈയിൽ ഗ്രേഡ് 1 115 ഒഴിവുകളും ഗ്രേഡ് 3ൽ 168 ഒഴിവുകളും എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ വേക്കൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഘടകം തന്നെയാണ്. സോ ഞാനത് പറയാൻ കാരണം, ഞാൻ മുമ്പ് RRBയുടെ ALPയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കട്ട് ഓഫിന്റെ ഒരു കാര്യം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് കട്ട് ഓഫിന്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെയിൽവേ ഡയറക്റ്റ് എക്സാം നടത്തുന്നത്. മുൻപ് പ്രൊമോഷൻ വഴി മാത്രം വന്നിരുന്ന പോസ്റ്റ് ആണെങ്കിൽ ഇത്തവണ ആദ്യമായിട്ടാണ് പോസ്റ്റ് വരുന്നത്. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. സോ ഗ്രേഡ് 1 സിഗ്നൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ഓഫിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസിഷനിൽ എടുക്കാൻ പറ്റില്ല. പക്ഷേ വേക്കൻസിയെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു വേക്കൻസി നിങ്ങൾ ഈ വേക്കൻസി മാത്രം കൺസിഡർ ചെയ്യേണ്ട, ഈ വേക്കൻസിയോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ആ കാര്യം ഓർത്തിരിക്കുക. ഇനി നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വേക്കൻസി ഓർ കട്ട് ഓഫ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾ ഏത് സോണിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അത് മാത്രം മതിയോ? പോരാ. രണ്ടാമത്തെ ഘടകത്തിലേക്ക് ഞാൻ പോവാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലിയാണ് പ്രയോറിറ്റി. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ പറയുക, മറ്റു പോസ്റ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. PSC എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന JEE ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പല ഘടകങ്ങളും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് എന്തായാലും JEE ക്രാക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി എനിക്ക് ഒരുപാട് ദൂരമുള്ള സ്ഥലത്ത് പോയിട്ട് എക്സാം അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. കാരണം എൻ്റെ പ്രയോറിറ്റി എന്താണ്? JEE ആണ്. JEE ആണെങ്കിൽ ഞാൻ എവിടെ പോയി എഴുതാനും റെഡിയാണ്. JEE എനിക്ക് കിട്ടിയേ മതി.
അറിയാവുള്ളൂ. പക്ഷേ എനിക്ക് എന്താണ് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ അപ്ലൈ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കേരളം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ? കാരണം എന്താണ്, നമുക്ക് വലിയ എഫേർട്ട് ഇല്ല, അല്ലെങ്കിൽ വലിയ എന്താ പറയുക, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് പോയിട്ട് എക്സാം എഴുതേണ്ട കാര്യമില്ല കേരളത്തിൽ തന്നെ ആണെങ്കിൽ. പക്ഷെ ചില ആളുകൾ അങ്ങനെ ആയിരിക്കില്ല, എനിക്ക് എന്തായാലും ഒരു ജോബ് വേണം, അത് എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ ജോബ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിറ്റർമിനേഷനുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് പ്രയോറിറ്റി കൊടുക്കണം, അവർ ജോബ് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അവിടെ വേക്കൻസി മറ്റു കാര്യങ്ങൾ ഡിസ്റ്റൻസ് ഒരു ഘടകേ ആയിരിക്കില്ല അല്ലേ? അവർക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറേ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർക്കാണ് ഫാക്ടർ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ജോബ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല, നിങ്ങൾക്ക് മറ്റു ജോബിലേക്കാണ് നിങ്ങളുടെ പ്രയോറിറ്റി. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് അടുത്തുള്ള സ്ഥലം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഒക്കെ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കുമെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുക. ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സോണിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം. സോ ആ രീതിയിലായിരിക്കണം ഡിസ്റ്റൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ മുമ്പ് പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ RRBയുടെ എക്സാം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ RRBയെ കുറിച്ചുള്ള ഒരു പേരുദോഷം എന്ന് പറയുന്നത് RRBയുടെ ജോബൊക്കെ ഭയങ്കര ഹാർഡാണ്, അത് ഭയങ്കര വർക്ക് ലോഡാണ്, അതാണ് ഹെക്റ്റിക് ആണെന്നൊക്കെയുള്ള കമൻസുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി എന്താണ്? പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് വന്ന് ബിടെക്കും ഡിപ്ലോമയൊക്കെ IT ഒക്കെ കഴിഞ്ഞ് വന്ന ആളുകളായിട്ട് പോലും നമ്മുടെ മുന്നിൽ നമുക്കൊരു മറ്റുള്ളവരോട് പറയാൻ നമുക്ക് നല്ലൊരു ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ ഈവൻ നല്ലൊരു പ്രൈവറ്റ് ജോബ് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലുള്ള ആളുകളുണ്ട്. സോ നമ്മുടെ പ്രയോറിറ്റി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് ഈ ജോബ് വേണം എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി എങ്കിൽ നമ്മൾ മറ്റ് ഘടകങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ എക്സാമിന് വേണ്ടി സിൻസിയർ ആയിട്ട് ഇറങ്ങണം. അവിടെ ഏത് സോണാണെങ്കിലും ഏറ്റവും കൂടുതൽ വേക്കൻസികൾ എടുത്ത് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയാം. അതായത് അത്രയും ഡെസ്പറേറ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിയേ മതിയാവുന്നുള്ള വല്ലാത്തൊരു ഡെസ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോവേണ്ടത് സോൺസിൽ സെലക്ട് ചെയ്യേണ്ട സോൺ എന്ന് പറയുന്നത് ഏറ്റവും വേക്കൻസി ഉള്ള നല്ല സാധ്യതയുള്ള സോണിലേക്ക് തന്നെ നിങ്ങൾ പോവുക. വേക്കൻസി കൂടുതലാണെങ്കിൽ സാധ്യത കൂടുതലാണ് തന്നെ മനസ്സിലാക്കുക. പിന്നെ ചില സമയത്ത് ലക്ക് ഉണ്ടാവും, കാരണം വേക്കൻസി കൂടുതലെടുത്തേക്ക് എല്ലാവരും പോയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ വേക്കൻസി കുറവുള്ള സ്ഥലത്ത് കോമ്പറ്റീഷൻ കുറയുന്ന ചില സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇത്തവണ ഗ്രേഡ് 1ൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാവുന്നത് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് പറയാനുള്ള ഒരു കാരണം, നമ്മളിപ്പോൾ വേക്കൻസിൻ്റെ ഒരു കാര്യം നോക്കിയ സമയത്ത് കേരളത്തിലെ വേക്കൻസി എത്രയാണ്? 30ഉം 39ഉം ആണ് വന്നിട്ടുള്ളത്. അറൗണ്ട് എന്തിട്ട് ഒരു 70ൻ്റെ അടുത്ത് വേക്കൻസി വന്നിട്ടുണ്ട്. 70 കേൾക്കുമ്പോൾ ചെറിയ നമ്പറാണെന്ന് വിചാരിക്കേണ്ട, വലിയ നമ്പർ തന്നെയാണ് അല്ലേ? അതേ കാര്യം തന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു 110 വേക്കൻസി അല്ലെങ്കിൽ 120 വേക്കൻസിൻ്റെ അടുത്താണ് ചെന്നൈയിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ വലിയൊരു റീജിയൻ ആണ്. എന്നാൽ കേരളം പോലെ ചെറിയ റീജിയനിൽ തന്നെ ഇത്രയും വേക്കൻസി വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ അത്രത്തോളം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. ഡിപ്പെൻസ് ആണ്, അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആളല്ല, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, സോ ആ കാര്യം ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റിയാണ്. പിന്നെ നമ്മൾ ALP എക്സാമും അതേപോലെ തന്നെ JEE എക്സാം ഒക്കെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോൺസ് ഉണ്ടാകുമല്ലോ. ആ സോണിൽ കൊടുത്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ജോബിലേക്കൊക്കെ എത്തിയെന്നായിരിക്കും. അപ്പോൾ നമ്മൾ ALPയുടെ ജോബൊക്കെ അവിടെ കിട്ടിക്കഴിഞ്ഞു, അതിന് ശേഷമാണ് ടെക്നീഷ്യൻ എക്സാം അവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ സോണിൽ തന്നെയാണെങ്കിൽ അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്ത അതേ സോണിൽ, ALP അപ്ലൈ ചെയ്ത സോണിൽ തന്നെ കൊണ്ടുപോയിട്ട് ടെക്നീഷ്യൻ അപ്ലൈ ചെയ്യുന്നത് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്യാനുള്ള കാരണം, നിങ്ങൾക്കൊരു പക്ഷേ ജോബ് അവിടെ കിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ചെന്നൈയിൽ ALP ആയിട്ട് ജോബ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ എക്സാമും അവിടെ തന്നെ എഴുതുകയാണെങ്കിൽ ജോബ് മാറാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. സോ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. സോ ഇത്തരം കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യേണ്ടത്. സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട 3 പോയിന്റ്സുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് വേക്കൻസി തന്നെയാണ് അല്ലേ, ഒന്നാമത്തെ പ്രയോറിറ്റി വേക്കൻസി തന്നെയാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. മൂന്നാമത്തത് പ്രയോറിറ്റിയാണ്. നമ്മുടെ പ്രയോറിറ്റി എന്താണ്? നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ജോബിലേക്കാണോ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ജോബ് കിട്ടിയേ തീരുന്നുള്ള പ്രയോറിറ്റിയാണോ നമുക്കുള്ളത്? അതെന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു സോൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് കുറേ ഐഡിയകൾ നിങ്ങൾ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിസിഷൻ മേക്കേഴ്സ് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു സോൺ സെലക്ട് ചെയ്തുകൊണ്ട് പഠനം ആരംഭിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഒരിക്കലും നിങ്ങൾ ഒരുപാട് ലാസ്റ്റ് ടൈമിലേക്ക് അപ്ലിക്കേഷൻ കൊണ്ടുപോയിട്ട് മാറ്റി വെക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ
എല്ലാവരും കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് OBC സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കുക, SC/SC സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലാത്ത ആളുകളാണെങ്കിൽ ഓൾറെഡി ALPന്റെ സമയത്തുള്ള ആളുകളാണെങ്കിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതേപോലെ തന്നെ സിലബസും രണ്ടിൻ്റെയും സിലബസുകളൊക്കെ കൃത്യമായിട്ട് എടുത്തു വെക്കുക കേട്ടോ. അതായത് ഗ്രേഡ് 1 സിഗ്നലിൻ്റെ സിലബസും ഗ്രേഡ് 3 S&Tയുടെ സിലബസും ഒക്കെ കയ്യിൽ എടുത്തു വെക്കുക. എന്നിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പലരും എന്നോട് ചോദിച്ചതാണ്, ഞാൻ ഏത് എക്സാമിന് വേണ്ടിയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു പ്രയോറിറ്റി അല്ല. ഇവിടെ RRB എക്സാം എന്ന് പറയുമ്പോൾ അതിൽ കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ ഒരു കോമൺ ആയിട്ടുള്ള വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. സോ അതിനുവേണ്ടി എൻട്രി ആപ്പ് നിങ്ങൾക്ക് ഒരുക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. അതായത് പഠനം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഏതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും അങ്ങനെയാണ്. നിങ്ങൾ ഒരുപാട് വൈകി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ വിൻ ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. That's all for today. Thank you for listening. Have a nice day.